ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു 16 അടി നീളം, അതുപോലെ തന്നെ 5.5 അടി വീതിയൊക്കെ വരുന്ന ഒരു 4 കള്ളി ആട്ടും കൂടാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് കൊണ്ടുപോകുന്നത് കൊയിലാണ്ടിയിലുള്ള ജമീഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ദുബായിൽ നിന്ന് ഓർഡർ ചെയ്താണ്. ഇതിപ്പോൾ 3ാമത്തെ ആട്ടും കൂടാണ് ഇതുപോലെ ഓർഡർ ചെയ്ത് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. ഇതിന് മുന്നേ കൊണ്ടു കൊടുത്ത ആട്ടും കൂട്ടിൽ ഏതാണ്ട് 24ഓളം ആടുകളൊക്കെ ആയി. അപ്പോൾ നിറഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് വീണ്ടും ഓർഡർ ചെയ്താണ്. ഇന്ന് അദ്ദേഹത്തിന് 100ലധികം ആടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കൂടുകൾ നമ്മൾ 50 കോഴിയുടെ 2 കൂടുകൾ, അതുപോലെ ബാറ്റ്സിൻ്റെ കേജ്, ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കസ്റ്റമറാണ് ഇത് കേട്ടോ. അപ്പോൾ അവിടെ പോയാൽ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹം മീൻ വളർത്തൽ, അതുപോലെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇതുപോലൊരു എയ്സ് വണ്ടിയിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. ഇത് കൊയിലാണ്ടിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരു പറമ്പിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊയിലാണ്ടിയിലേക്ക് രാത്രി പോയതാണ്. അപ്പോൾ കാലത്തെത്തി അത് അവിടെ പോയി ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂർ പണിയുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഇറക്കി നമ്മൾ ഇപ്പോൾ അത് പറമ്പിലേക്ക്, അതൊരു തെങ്ങിൻ്റെ ഇതിൻ്റെ വളപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഇതാ അവിടെ മീൻ വളർത്തൽ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ആള് അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ മൂപ്പരുടെ ബാപ്പയാണ് ഇത് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അത്യാവശ്യം വലിയ ആടുകൾ, ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഓരോ ആടുകളാണ് ആളുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പോയി സെറ്റ് ചെയ്യാണ് കേട്ടോ. കൂടുകളൊക്കെ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന കൂടാണ്. എവിടേക്ക് നമുക്ക് മാറ്റാം, പറമ്പിൻ്റെ എവിടേക്ക് നമുക്ക് കൊണ്ടുപോകാനും എളുപ്പത്തിനൊക്കെ ഉള്ളൊരു കൂടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കൂട് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാലുകളും, അതുപോലെ തന്നെ മുകളിലുള്ള അതിൻ്റെ സൈഡ് കൊടുത്തിട്ടുള്ള പൈപ്പുകളെല്ലാം ഫുള്ള് ആംഗിളുകൾ 6 mm ആംഗിളുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ഫ്ലോറിങ് ആയാലും അതിൻ്റെ ലെഗുകളായാലും ഒക്കെ 1.25-ൻ്റെയും 1.5 അടിയൊക്കെ 6 mm ആംഗിളുകളും, അതുപോലെ തന്നെ 65 mm തിക്നെസ്സൊക്കെ വരുന്ന ഫ്ലോർ മാറ്റുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല അടിപൊളി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് 6 mm നെറ്റുകൾ, അതുപോലെ തന്നെ എപ്പോക്സി പെയിൻറ്റുകൾ ഒക്കെ വെച്ച് നമ്മൾ ഫുള്ള് നട്ട് ബോൾട്ട് സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കൂടാണ് ഇട്ടത്. അപ്പോൾ പറമ്പിൽ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് കഴുങ്ങ് കാര്യങ്ങൾ, ഇതൊക്കെ കട്ട് ചെയ്യാനും കാര്യങ്ങളും, അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ ഈ കൂട് ഈസിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്ര വലിയ ഒരു കൂടായത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ 4-5 മണിക്കൂർ ടൈം കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പറമ്പിലേക്ക് കൊണ്ടുപോകാനും അത് ഫിറ്റ് നട്ട് ബോൾട്ട് ചെയ്യാനും പിന്നെ ഷീറ്റ് അടിക്കാനാണ് നമുക്ക് കുറച്ച് നേരം വരുള്ളൂ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അടിപൊളിയാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. കാണാനും നല്ല ലുക്കൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി കൂടാണ് കേട്ടോ. അപ്പോൾ 4 പാർട്ടീഷനൊക്കെ നമുക്ക് പുറത്തു നിന്ന് തന്നെ, നമുക്കിതിൻ്റെ അകത്ത് കിടക്കാണ്ട് തന്നെ പുറത്തു നിന്ന് സ്ലൈഡിങ് പാർട്ടീഷൻസാണ്. അതുപോലെ തന്നെ താഴെ നമ്മളിതിന് വേസ്റ്റ് ട്രേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 3 പേരുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു അടിപൊളി കൂടാണ്. അപ്പോൾ ഇതുപോലത്തെ വലിയ കൂടുകളൊക്കെ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ നമ്മൾ പാഴ്സൽ ചെയ്ത് അവിടെ പോയി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ കൂടുകളൊക്കെ 2 ആടിനെയും 3 ആടിനെയും 4 ആടിനെയും 5 ആടിനൊക്കെ ഇടുന്ന ചെറിയ കൂടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 അടി 6 അടിയൊക്കെ വരുന്ന നീളം വരുന്ന കൂടുകളൊക്കെ വരെ നമ്മൾ പാഴ്സലായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുകളൊക്കെ ആരെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുകളൊക്കെ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അപാകതകളോ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ അറിയിക്കുക. അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും.